ഹായ് ഓൾ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഫിനാൻസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബഡ്ജറ്റ്. അപ്പം ഈ ബഡ്ജറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതായിരിക്കും, അതിൻ്റെ സ്റ്റേജസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 6 സ്റ്റേജസിലൂടെയാണ് യൂഷ്വലി ഒരു ബഡ്ജറ്റ് പാസ്സാക്കുക പാർലമെന്റിൽ. നമ്മൾ ജനറലി നമ്മുടെ ടെലിവിഷനിലും അല്ലെങ്കിൽ ഈ ന്യൂസസിലും നമ്മൾ കാണുന്നത് ബഡ്ജറ്റ് പ്രസന്റേഷൻ എന്ന് പറയുന്ന ഇനിഷ്യൽ ആയിട്ടുള്ള ആ സ്റ്റേജ് മാത്രമാണ് നമ്മൾ കാണാറുള്ളത്. ഒരിക്കലും ഈ ഒരു പ്രസന്റേഷനോട് കൂടെ മാത്രമല്ല ബഡ്ജറ്റ് പാസ്സാകുന്നത്. അതിന് ഏകദേശം ഒരു 6 സ്റ്റേജസിലൂടെ കടന്നു പോകണം. അപ്പൊ 6 സ്റ്റേജസ് ഏതൊക്കെയാണെന്നായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് ആണ് പ്രസന്റേഷൻ ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ യൂഷ്വലി ഫൈനാൻസ് മിനിസ്റ്റർ പാർലമെന്റിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്പീച്ചിലൂടെയാണ് ഈ ഒരു ബഡ്ജറ്റ് പ്രസന്റേഷൻ ആദ്യത്തെ സ്റ്റേജിൽ നടക്കുക. ഈ സ്പീച്ചിന് ശേഷം ആ പാർലമെന്റിൽ അവിടെ ഒരു ജനറൽ ഡിസ്കഷൻ ഈ ബഡ്ജറ്റിനെ കുറിച്ച് നടക്കുന്നതാണ്. നമുക്ക് പലപ്പോഴും ഓപ്പോസിഷൻ പാർട്ടീസ് ബഡ്ജറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ റൂളിംഗ് പാർട്ടി ബഡ്ജറ്റിനെ സപ്പോർട്ട് ചെയ്തതുമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഈ ഒരു ടൈമിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ആണ് സ്ക്രൂട്ടണി ബൈ ദ ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ജനറൽ ഡിസ്കഷന് ശേഷം പാർലമെന്റ് ഒരു ബ്രേക്ക് എടുക്കും. ഈ ഒരു ബ്രേക്കിന്റെ സമയത്ത് ഒരു എല്ലാ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റിയും ഈ ബഡ്ജറ്റിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രാൻസുകളെ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള അലോക്കേഷൻസിനെ സ്ക്രൂട്ടനൈസ് ചെയ്യുന്നു. അതിനുശേഷം ഈ പറയുന്ന ബഡ്ജറ്റിന്റെ വോട്ടിംഗ് ഫോർ ദി ഡിമാൻഡ് ഫോർ ഗ്രാൻസ് എന്ന് പറയുന്ന സ്റ്റേജ് ആണ് നാലാമതായിട്ട് നടക്കുക. ദെൻ ഈ വോട്ടിങ്ങിന് ശേഷമാണ് അവിടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ബില്ലുകൾ പാസ്സാക്കുക. അതിൽ ആദ്യത്തേതാണ് അപ്രോപ്രിയേഷൻ ബിൽ എന്ന് പറയുന്നത്, രണ്ടാമത്തേതാണ് ഫൈനാൻസ് ബിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ 6 സ്റ്റേജസ് കണ്ടു അല്ലെ. ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് ആണ് പ്രസന്റേഷൻ ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ജനറൽ ഡിസ്കഷന് ശേഷം സ്ക്രൂട്ടണി ബൈ ദ ഡിപ്പാർട്ട്മെന്റൽ കമ്മിറ്റി, അതിനുശേഷമാണ് വോട്ടിംഗ് ഓൺ ഡിമാൻഡ് ഫോർ ഗ്രാൻസ്, ദെൻ പാസിംഗ് ഓഫ് അപ്രോപ്രിയേഷൻ ബിൽ ആൻഡ് പാസിംഗ് ഓഫ് ഫൈനാൻസ് ബില്ല്. അപ്പൊ നമുക്ക് പലപ്പോഴും ഇവിടെ ഉണ്ടാകാവുന്ന ഒരു ഡൗട്ടാണ്, എന്താണ് ഈ അപ്രോപ്രിയേഷൻ ബില്ല്, എന്താണ് ഫൈനാൻസ് ബില്ല് എന്നുള്ളത്. അപ്പൊ അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറയുന്നത് നമുക്കറിയാം ഗവൺമെന്റിന്റെ എല്ലാ റവന്യൂനെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് ഒരു ഗവൺമെന്റിന് ഫണ്ട് വിഡ്രോ ചെയ്യണമെങ്കിൽ പാർലമെന്റിന്റെ അനുവാദത്തോട് കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പം ഈ ഒരു അനുമതി ലഭിക്കാൻ വേണ്ടി റൂളിംഗ് പാർട്ടി സബ്മിറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ബില്ലാണ് അപ്രോപ്രിയേഷൻ ബില്ല് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് ഫൈനാൻസ് ബില്ല്. നമുക്കറിയാം പലപ്പോഴും ഈ ഒരു ബഡ്ജറ്റിൽ പല രീതിയിലുള്ള ടാക്സ് സ്ട്രക്ചറിലും അല്ലെങ്കിൽ ടാക്സസിലും ചേഞ്ചസ് വരാറുണ്ട്. അപ്പം ഈ ടാക്സ് സ്ട്രക്ചേഴ്സിനെ അമെൻഡ് ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുന്ന ഒരു ബില്ലാണ് ഫൈനാൻസ് ബില്ല് എന്ന് പറയുന്നത്. അപ്പം ഏകദേശം ഇങ്ങനെ 6 സ്റ്റേജസിലൂടെയാണ് ബഡ്ജറ്റ് കടന്നു പോവുക.